അതിൽ തന്നെ പുതിയ ഇന്നോവ ഇറക്കണ്ട. ഇന്നോവേ? ആ ഇന്നോവയിലാണ് ഞാൻ നീയും കൂടെ പെണ്ണാണാൻ. എടാ എൻ്റെ ആട്ടയിൽ പോയാൽ പോരെ നിനക്ക്? ആശുപത്രി പോവല്ല, നമ്മള് പെണ്ണാണാൻ പോവേണ്. ഇന്നോവ എനിക്കാണ് ഈ പണക്കാരന്മാരെ ഇഷ്ടമല്ല. ആ ഇതിന് നമ്മളെ വീട്ടിൻ്റെ അവിടെ അസൂയെന്ന് പറയും. അതിൽ തന്നെ വണ്ടി ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. നീ അടുക്കളയിൽ ആ വേസ്റ്റ് ഒന്ന് കുത്തിയോട്, എന്നിട്ട് പോയി കക്കൂസും കൂടെ കഴുകിയിട്ട് വീട്ടിൽ വെക്കണം. അണ്ണാ ഞാൻ ജോലി ചെയ്യാൻ വന്നതല്ല, പിന്നെ എനിക്കൊരു പെണ്ണ് റെഡിയായി. ഏത് ഗതി കേട്ടോണ്ട് അത്? അണ്ണ ഈ വണ്ടിയും കൊണ്ട് വേണം. ഈ വണ്ടി ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു ഗുമ്മുണ്ട്. പിന്നെ അരക്കൊടിയുടെ വണ്ടിയിലാണ് നിൻ്റെയൊക്കെ മൂല്യം വെച്ചോണ്ട് പോവാൻ. പിന്നെ നിങ്ങളതിനകത്ത് മുട്ടുകുത്തിയാ പോകുന്നത്. ഈ വണ്ടിയുടെ ഗ്ലേസിങ് കണ്ടാണ് എന്ത് രസം നോക്കിയാണ്. കാക്കത്തിട്ടോടെ ബക്കറ്റ് എടുത്തില്ല അണ്ണ. നീ നിന്റെ തരത്തിലുള്ളവന്മാരെ വണ്ടി വിളിച്ചു പോകും. ആയിത്തണ്ണൻ്റെ ഇന്നോവയിൽ ചെന്ന് ഇറങ്ങിയാണ്ടല്ലേ ഫ്ലൈറ്റിൽ പോകുമ്പോഴേണ്. അതിന് നീ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? ഇല്ല, ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് കക്കൂസൊക്കെ ഉണ്ടല്ലോ അണ്ണ. രാവിലെ ഇതിലാണ്ടാ തൂറിയത്. അണ്ണനെ ആശ ചേച്ചി തിരക്കി. എന്തോ പറയും? പറഞ്ഞതൊക്കെ പറയാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോണ വഴിക്ക് ഇരുന്ന് പറഞ്ഞാലേ. അത് എൻ്റെ ഡ്രസ്സ് എനിക്കല്ലേ പെണ്ണ് കാണാൻ പോണ. അണ്ണനല്ലല്ലോ, അണ്ണൻ വണ്ടി ഇടണ. ഡേ അവനെ അവൻ പറഞ്ഞ അണ്ണൻ കയറണ കാണുന്നില്ലല്ലേ. എടാ ആശ എന്തേര് പറഞ്ഞടാ? അണ്ണാ ആശ ചേച്ചിയില്ലേ? ഓ ഒന്നും പറഞ്ഞില്ല, ഇവൻ വെറുതെ പറഞ്ഞത്. പോടാണോ എന്ത് ആശ ചേച്ചി പറഞ്ഞണ്ണ. അമ്മയെ കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഞാൻ പെണ്ണ് കാണാൻ പറ്റി വന്നിരുന്ന് ചുമ്മാ ഇല്ല അന്യരെ കണക്കിരുന്ന് അലക്കല്ലേ. പിണങ്ങി കണ്ട മുഖം കണ്ട. മാമ നമസ്കാരം, ഇതെൻ്റെ കൂട്ടുകാരാണ്, പെണ്ണിൻ്റെ അച്ഛനാണ്. കുട്ടമാമ ഇത് നിങ്ങളെ വിടാ? നീയാടാ? അപ്പം നിങ്ങൾ സ്വന്തക്കാരാ? നമ്മൾ ബന്ധുക്കള്. അയ്യറാ കുട്ടമാമ ആർച്ചയ്ക്കാ നല്ലൊരു പയ്യനെ കിട്ടിയപ്പോ നല്ലൊരു പയ്യനെ തന്നെ കിട്ടി. തന്നെ കുട്ടമാമ എവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. അതെന്തൊരു സംസാരമാണ്? എൻ്റെ ആളിനെ കുറിച്ച് നാടെ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ ഒന്ന് 3 കക്കൂസ് ബ്രഷില്ലാതെ ക്ലീൻ ആക്കിയിട്ട് ആക്കിയവനല്ലേ എൻ്റെ ആളിക്ക്. അത് ശരിയല്ല. അപ്പോൾ അവനെ കുറിച്ച് അങ്ങനെ വേണം സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കക്കൂസോടെ എൻ്റെ ആളിയും വന്ന് ക്ലീൻ ചെയ്ത് തരും, വളാക്കി തരും. അബ്ബാസ് പോലും ഇങ്ങനെ കഴിവത്തില്ല. അപ്പൊ റബ്ബർ എക്സ്പോർട്ടിങ് ഒട്ടുപാല് രാവിലെ പറക്കാൻ പോകും, അതാണ് അവന്റെ എക്സ്പോർട്ടിങ്. ഇവനെ പോലെ ഒരു ചപ്ലീനാണ് മാമ നോക്കി വെച്ചേക്കുന്നത്. വന്നില്ലായിരുന്നെങ്കിൽ ആർച്ചയാണ് ഇവന് കൊണ്ട് കെട്ടിച്ചു കൊടുത്തത്. അതിനേക്കാളും അവളെ കൊണ്ടുവന്ന് ആ വാമനപുരം പാലത്ത് നിന്നെടുത്ത് താഴെ എറിഞ്ഞാൽ മതിയായിരുന്നു. നമ്മളെ കുടുംബത്തിൽ മര്യാദക്ക് നിന്റെ ആട്ടോയിൽ വന്നാൽ മതിയായിരുന്നില്ലേ. വലിച്ചു